അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇനിയിപ്പോ അവിടെ നിന്ന്, അതായത് പെരുന്നയിൽ നിന്ന് ഉള്ള വിമർശനം വി.ഡി. സതീശന് മാത്രമായിട്ടുള്ളതല്ല, അത് നിങ്ങളുടെ എം പി സുരേഷ് ഗോപിക്ക് അടക്കമുള്ളതാണ്. ബി.ജെ.പി ശബരിമലയ്ക്ക് വേണ്ടി എന്തു ചെയ്തു? സുരേഷ് ഗോപി അന്ന് വന്നത് വോട്ടിന് വേണ്ടി മാത്രമാണ് എന്ന വിമർശനം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ആകെ ഗുണഭോക്താക്കൾ ഇടതുപക്ഷം മാത്രമാണോ? അല്ല മാധു, നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിനകത്ത് സാമൂഹിക, സാംസ്കാരിക അല്ലെങ്കിൽ സാമുദായിക നേതൃത്വങ്ങളുടെ ഒരു ഐക്യമുണ്ടാവുകയും സാമുദായിക നേതൃത്വങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയ സംഘടനയുടെ നേരെ കൃത്യമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതൊക്കെ വരാനുള്ളൊരു സാഹചര്യം? നമ്മൾ ഒരു കാര്യം വരുമ്പോൾ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ, ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ ആയിക്കോട്ടെ, ബഹുമാനായിട്ടുള്ള ശ്രീ സുകുമാരൻ നായർ ആയിക്കോട്ടെ, സാമുദായിക നേതാക്കന്മാർ ഒരുമിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണെന്ന് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസ്സുകാർ എല്ലാം കൈയഴുകി പോകുന്നത് ശരിയല്ലല്ലോ. വി.ഡി. സതീശൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും, ആ കോൺഗ്രസ് പാർട്ടി കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള വർഗീയ ഒരു ക്രോഡീകരണമുണ്ട്. എന്തുകൊണ്ടാണ്? ജമാഅത്തെയും SDP-യെയും പോലെയുള്ള സംഘടനകളെയും മുസ്ലിം ലീഗിനെയും കൈകൾ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന സമൂഹം വർഗീയവൽക്കരിക്കപ്പെടുന്നു ഒരു വിഭാഗത്തിലേക്ക് എന്ന് പറയപ്പെടുന്ന കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതിനകത്ത്. ഞാൻ ചോദിക്കട്ടെ, കൃത്യമായ കേരളത്തിൽ വർഗീയം പറഞ്ഞുകൊണ്ട് ആ വർഗത്തിൽ മതമാണ് 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 എല്ലാം എന്ന് ചിന്തിക്കുന്നു, സ്വന്തം മതത്തിൻ്റെ താല്പര്യങ്ങൾ വെൽഫെയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതത്തിൻ്റെ രാഷ്ട്രീയവാദത്തിനെ സംരക്ഷിക്കുകയും ഒപ്പം ജമാഅത്തെ പോലെയുള്ള ഏറ്റവും വലിയ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ കൂട്ടുപിടിക്കുകയും ഏറ്റവും വലിയ തീവ്രവാദ സ്വഭാവത്തിൻ്റെ ശൈലിയിലേക്ക് പോകുന്ന SDP പോലെയുള്ളൊരു സമൂഹത്തെ കൂട്ടുപിടിക്കുകയും ചെയ്ത് ആ കുടക്കീഴിൽ കോൺഗ്രസിനെ കൊണ്ട് കെട്ടിയ സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പുറത്തുള്ള ആളുകൾക്ക് ഭയമുണ്ടാകാം, ആ ഇപ്പുറത്തുള്ള ആളുകളുടെ ഏകീകരണം ഉണ്ടാകും, ഐക്യമുണ്ടാകും. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് കേരളത്തിനകത്ത് ഇതുപോലെയുള്ള വിഷയങ്ങളുണ്ടാകുന്നത്. അത് വളരെ കാര്യമാണ്. ഈ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന സംവിധാനവും ഇതേ ആളുകളൊക്കെ കൂട്ടുപിടിച്ചവരാണ്, വലതുപക്ഷവും ഇതേ ആളുകളെ കൂട്ടുപിടിച്ചവരാണ്. ഇന്ന് സതീശൻ എന്താണ് പറയുന്നത്? മതേതരം. എന്താണ് ഈ മതേതരം? ആ മതേതരത്തിൻ്റെ അർത്ഥമൊന്നും അത് പറയൂ. ഇവർ പറയുന്നത് എന്താണ്? ലീഗ്, സതീശൻ പറഞ്ഞൊരു കാര്യം, മുസ്ലിം ലീഗിൻ്റെ വാക്കും കോൺഗ്രസിൻ്റെ നാക്കും ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, CAA സമരവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് നടന്ന ഒരു മീറ്റിങ്ങിൽ, ഒരു പൊതു മീറ്റിങ്ങിൽ മുസ്ലിം ലീഗ് പ്രസംഗിച്ചല്ലോ എന്താണ്? കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള CPM-ന്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അതിന് വ്യഭിചാരമായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ ലീഗിന്റെ നയത്തോട് കോൺഗ്രസ് അംഗീകരിക്കുന്നത് അത് വർഗീയമായി അംഗീകരിക്കേണ്ടോ? അത് മതേതരത്തിന്റെ ലക്ഷണമായിട്ടാണോ കോൺഗ്രസ് കാണുന്നത്? സ്വാഭാവികമായിട്ട് അതൊരു ഭയം ഉണ്ടാക്കുന്നുണ്ടെന്ന് കേരളത്തിലെ സമൂഹത്തിനകത്ത്. ജമാഅത്തുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് പേടിയുണ്ടെന്നേ. ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ ഒരു കാര്യം മാധു മനസ്സിലാക്കേണ്ടത്, ഒരു വിഭാഗത്തിന്റെ ശബ്ദം മാത്രമായിട്ട് ഇതിനെ കാണണ്ട. ഇത് കേരളത്തിനകത്ത് വർഗീയ ചേരിയുടെ കുടയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുകെട്ടിയ സതീശൻ ഈ ജനങ്ങളെ ഭയപ്പെടുത്തുന്നു, ഭീതിയിലാഴ്ത്തുന്നു. കാരണം എന്താണ്? അവർ പരിപൂർണമായി വർഗീയവാദികളായി മാറുന്നു. മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഷാജി പറഞ്ഞിട്ടുള്ള മതമാണ് മതമാണ് മതമാണെല്ലാം എന്ന് പറഞ്ഞ കാര്യത്തിനെ തള്ളി പറയാൻ കാലം ഇന്ന് വരെ എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറാകുന്നില്ല? നോക്കൂ, കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കും അതിന്റെ ഉത്തരവാദിത്വം വേണ്ടേ? രമേശ് ചെന്നിത്തലയോളം ലക്ഷണമൊത്ത മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അത്രമേൽ ഗുണവാൻ ഇനി ആര് ഭൂമിയിൽ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന് മൊത്തമായ പ്രശ്നമില്ല, പ്രശ്നമാകെ സതീശനേയുള്ളൂ എന്നതാണ് പെരുന്നയിൽ നിന്നുള്ള അഭിപ്രായം. പെരുന്നയിലും അതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഇന്നത്തെ സംഭാഷണങ്ങളും ആ ഒരു ഏകീകരണവും അതിനുള്ള എല്ലാവരുടെയും മറുപടികളും ഒക്കെ ഉണ്ടാകുന്നത് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വർഗീയ ചേരികൾക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ്. വി.ഡി. സതീശൻ്റെ വാക്കുകളാണ്. മുസ്ലിം ലീഗിൻ്റെ നാക്കും ഞങ്ങളുടെ പ്രവൃത്തിയും ഒരുപോലെ, ഞങ്ങളുടെ നാവും ഒരുപോലെയാണെന്ന് പറയുന്നിടത്താണ് ഇതിനകത്ത് പ്രശ്നം. 1906 മുസ്ലിം ലീഗിന്റെ ആ നയം പിന്തുടർച്ചാവകാശം മുസ്ലിം ലീഗ് എന്ന് നിഷേധിക്കപ്പെടുന്നുണ്ടോ? ഇവിടെ നിഷേധിക്കുന്നുണ്ടോ? വിഭജനത്തിന് മുസ്ലിം ലീഗ് എതിർക്കുന്നുണ്ടോ? ആ എതിർക്കാത്ത മുസ്ലിം ലീഗിനെ സംരക്ഷിക്കുന്നവരാണ് ഇവർ. അപ്പോൾ ആ ചരിത്രം 35-ലായിക്കോട്ടെ 47-ലായിക്കോട്ടെ വള്ളുവനാടും മേയർനാടും ഒരുമിച്ച് നിന്നുകൊണ്ട് മാപ്പിളസ്ഥാൻ വേണമെന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ അന്നത്തെ KTM അഹമ്മദ് സേട്ടിന്റെ വാദത്തെ ഇന്ന് മുസ്ലിം ലീഗ് എതിർക്കുന്നുണ്ടോ? വി.ഡി. സതീശൻ എതിർക്കുന്നുണ്ടോ? അപ്പോൾ ജമാഅത്തെ പോലെയുള്ള വ്യക്തികൾ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ ഇവർ എതിർക്കുന്നുണ്ടോ?
പിന്നെ അവർ വലത് കൈയിൽ ജമാഅത്തെയും ഇടത് കൈയിൽ SDP-യും കഴുത്തിൽ മുസ്ലിം ലീഗും വെച്ച് കൃത്യമായ വർഗീയം, കൃത്യമായ ജാതീയത, കൃത്യമായിട്ടുള്ള മതാടിസ്ഥാനത്തുള്ള രാഷ്ട്രീയമാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം. വികസന കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് വികസനമല്ല മതമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ ജാതിയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന ശൈലിയിലേക്ക് കോൺഗ്രസ് അധപതിച്ചു പോകുന്നിടത്താണ് ഇപ്പുറത്ത് ഈ വക സംഭാഷണങ്ങൾ ഉണ്ടാകുന്നതും ഏകീകരണം ഉണ്ടാകുന്നതും. ശരി, അത് ശരി, ഭയമാണ്, ഞാൻ ഇടപെടുകയാണ്. അത് ചെറിയ ഭയമല്ല. ഇവിടെ ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് എന്നുള്ള അഭിപ്രായം പലതവണ BJP പറയുന്നതാണ്. ഇത് 48-ലെ ലീഗാണ് എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല എന്നിരിക്കെയും ആ ആരോപണം വീണ്ടും തുടർച്ചയായി ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല.